കുഞ്ഞുമുവാ, ഇന്ന് നമുക്കൊരു ചക്ക ബിരിയാണി ഉണ്ടാക്കിയാലോ? ഏതായാലും വീട്ടിൽ ബീഫൊക്കെ ഉള്ളതല്ലേ, ചക്കയുണ്ട്. കപ്പ ബിരിയാണി ഉണ്ടാക്കുന്ന പോലെ തന്നെ നമുക്ക് ചക്ക ബിരിയാണി ഉണ്ടാക്കാം. വാ പോയി വെക്കാം. ആദ്യം നമുക്ക് ചക്ക ചുളപ്പറിച്ചെടുക്കണം. കഴുകി വെച്ച കുക്കറിനകത്തേക്ക് കഴുകി വെച്ച ബീഫ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. 1 കിലോയുടെ താഴെ മീറ്റേ ഉള്ളൂ. 2 സവാള, 3 പച്ചമുളക്, പിന്നെ 1 തക്കാളി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം കൂടി ഒരു 1.5 ടേബിൾ സ്പൂൺ, 2 കൂടി. കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി കുറച്ച് ഇട്ട് കൊടുക്കുക. സമത് കല്യാണ ബിരിയാണി മസാല. ആർക്കെങ്കിലും സമത് ബിരിയാണി മസാല വേണമെന്നുണ്ടെങ്കിൽ താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇതൊരു 1/2 ടേബിൾ സ്പൂൺ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ചുളപ്പറിച്ചെടുത്തുള്ള ചക്കത ഇതേപോലെ ഇങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുക, കുരുവൊക്കെ കളഞ്ഞിട്ട്. ശേഷം മറ്റൊരു കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ശേഷം ആവശ്യത്തിന് എന്ത് ചെയ്യുക, വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. മറ്റൊരു അടുപ്പത്ത് നമ്മൾ ആ കുക്കറും കയറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇടയ്ക്ക് കുക്കറിന്റെ മൂടി തുറന്നിട്ട് വേവ് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേവ് ആകത്തോണ്ട് വീണ്ടും 2-3 വിസിലടിപ്പിച്ചതാണ്. തേങ്ങ നമ്മൾ വറുത്ത് അരച്ചതാണ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നത്, ഒന്നുകൂടി ചേർത്തിട്ട് വീണ്ടും എന്ത് ചെയ്യുക, ഇതിൽ കൊണ്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിൽ എല്ലാം കൂടി അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിനകത്തുനിന്ന് കുറച്ച് മീറ്റ് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്യുന്ന സമയത്തെ ആവശ്യത്തിന് നമുക്ക് എന്ത് ചെയ്യാം, ഇട്ട് കൊടുക്കാൻ പറ്റും. മറ്റൊരു കുക്കറിൽ നമ്മൾ ചക്ക വെച്ചിരുന്നല്ല, അപ്പൊ ചക്കയും വേവായിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ബീഫ് ഉണ്ടല്ലോ, അതിനകത്തുനിന്ന് കുറച്ചും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. നമ്മൾ മീറ്റ് അല്ലെങ്കിൽ മസാല കുറച്ച് കയറി നിൽക്കുന്നു പേടിച്ചിട്ടായിരുന്നു കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളത് കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും മിക്സ് ചെയ്യാണ്. ഫൈനലി അങ്ങനെ നമ്മുടെ ചക്ക ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. സംഭവങ്ങളോട്ടോ, ചക്കക്ക് ചെറിയൊരു മധുരം വന്നിട്ടുണ്ട്. അത് ഇതിൻ്റെ ആ ഒരു സംഭവം ടേസ്റ്റിൽ ഒരു ചെറിയൊരു മാറ്റം വരുന്നുണ്ട്. മധുരമില്ലാത്ത ചക്കയാണെങ്കിൽ ആ പുളി പിടിച്ച സമയത്തുള്ളൊക്കെ ചക്കയാണെന്നുണ്ടെങ്കിൽ സംഭവം നല്ല സംഭവിക്കും. എന്നാലും വലിയ കുഴപ്പമില്ല കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. കൊള്ളാം. നമ്മൾ ബീഫിൻ്റെ കഷ്ണം കൂട്ടിയിട്ട് ആ മസാല ഒക്കെ ഉണ്ടാക്കിയ സംഭവം ഇട്ട് വയ്ക്കണം. കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.